അസ്സലാമലൈക്കും, നമസ്കാരം. ഇതാണ് നമ്മളെ റുവ ഫാത്തിമ. ഫസ്റ്റ് സമ്മാനം കിട്ടിയ എന്റെ വീട് ഫസ്റ്റ് സമ്മാനം കിട്ടിയത് ഈ കുട്ടിന്റെ പേരിൽ. ഈ കുട്ടിന്റെ വാപ്പ ഇവിടുന്ന് സൗദിയിൽ നിന്നല്ലേ, സൗദിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തതാണ് വാട്സപ്പിൽ കൂടി. അങ്ങനെ ഈ കുട്ടിന്റെ പേരിലാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ അവരെ വീടാണിത്, 2 ബെഡ്റൂമിന്റെ വീട്. അപ്പോ അർഹത ടിക്കറ്റ് എടുത്തവർക്ക് എല്ലാവർക്കും ഉണ്ട്. ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും എന്റെ വീട് കിട്ടേണ്ട അർഹതയുണ്ട്. പക്ഷെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു അർഹത ഞാൻ കാണുന്നത്, ഇവർക്ക് വീടില്ല. 2 വലിയ ഫാമിലിയാണ്, 2 ബെഡ്റൂമിന്റെ വീടേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു നല്ലൊരു വീടിന്റെ ആവശ്യമുണ്ട്. പിന്നെ എന്റെ വീട് അവർക്ക് ആവശ്യമില്ല, വേണ്ടെന്ന് പറയുന്നത്, സേലാക്കുന്നെന്ന് പറയുന്നത് ദൂരമായതുകൊണ്ട് 300 കിലോമീറ്ററോളം ദൂരമുണ്ട് മലപ്പുറത്ത് നിന്ന് കൊടകിലേക്ക്. അപ്പൊ അവിടെ വന്നിട്ട് ഇവരെ മൊത്തം ഫാമിലിയിലെ വീടുകളിലാണ്, ഈ നാട്ടിലുള്ളതാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, അവർക്ക് വലിയ സ്വത്തുകാരായിരിക്കും, അതുകൊണ്ടായിരിക്കും വീട് വേണ്ടാത്ത, പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ എന്നെല്ലാം കമന്റ് ഉണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റൂല, അവരെന്നെ പാവപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. പിന്നെ സെയിലാക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടില് ഇതിനേക്കാളും കുറച്ച് ഭംഗിയുള്ള ഒരു വീട് എടുത്തിട്ട്, ഒരു 2-3 ബെഡ്റൂമിന്റെ വീട് എടുത്തിട്ട് നന്നായിട്ട് കുടുംബത്തിന്റെ കൂടെ താമസിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ കാശ് അധികം ഉള്ളതുകൊണ്ടോ പണം കൂടിയത് കൊണ്ടൊന്നുമല്ല. ഇങ്ങനെയാണ് വിഷയം. നിങ്ങൾക്കൊന്നും പറയണ്ട, നിങ്ങൾ ഉപ്പല്ലേ? ആ അതെ. അപ്പൊ നിങ്ങൾ കൊടകിൽ വന്ന് താമസിക്കാൻ എന്തെങ്കിലും പ്ലാനിങ് ചെയ്തില്ല? കഴിയില്ല, നിങ്ങളെ ഫാമിലി മൊത്തം ഇവിടെ. അപ്പൊ ഇതാണ് നിങ്ങളെ ചെറിയ മോൻ. എത്ര കുട്ടികളെ ആൾക്ക്? 4 മക്കൾ. മുപ്പന്റെ പേര്? മോന്റെ പേര് മുഹമ്മദ് ജംസാദ്. മോന്റെ പേര് ജംഷാദ് എന്നല്ലേ? ജംഷാദിക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പൊ ഇതാണ് റുവ ഫാത്തിമ. ഓക്കെ, നിങ്ങൾ വീട് കൊടുക്കാൻ എന്താ കാരണം? എന്റെ വീട് ഞാൻ സെയിലിന് വെച്ച്, അത് സെയിലിന് പെട്ടെന്നൊരു പാർട്ടി ആയില്ല. വിലക്ക് ആളുണ്ട്, എടുക്കാൻ ആളുണ്ട്, പക്ഷെ ചെറിയ വിലക്ക് ചോദിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച വില കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ ആക്കിയത്. പക്ഷെ ഇത് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ എന്റെ ഫാമിലി, എന്റെ കടം, ഇത്രയേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോ ഞാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കെല്ലാം സമ്മാനം തന്നു കഴിയുമ്പോൾ ഒരുപാട് പേരെ സന്തോഷം കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നമുക്ക് സന്തോഷമാണ്. നല്ല സന്തോഷമല്ലേ? എന്റെ മോനൊക്കെ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ മോൻ ഹൗസ് ഡ്രൈവറാ? അവിടെ ഹൗസ് ഡ്രൈവർ. അപ്പൊ നിങ്ങളെ ഫാമിലി രക്ഷപ്പെട്ടോ? ഈ എന്റെ ഒരു വീടിന്റെ ഒരു ക്യാഷ് കിട്ടിയാല്, നിങ്ങൾ വിറ്റിട്ട് ക്യാഷ് കിട്ടിയാൽ രക്ഷപ്പെടും തോന്നുന്നു. കടങ്ങളൊക്കെ കുറച്ച് വീട്ടാ, എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു വീട് അല്ലെങ്കിൽ മോൾക്ക് എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചോറുന്ന അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ കാര്യത്തിന്. അപ്പൊ അതൊക്കെയുള്ള ഉദ്ദേശങ്ങളുണ്ട്. അത് ചിലപ്പോ ഒരു നമുക്ക് തന്നൊരു അനുഗ്രഹമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് അതുകൊണ്ടൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച എന്റെ വീടിന്റെ വില എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ താറ് വണ്ടി കിട്ടിയതും നിങ്ങളെ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂലിപ്പണി എടുക്കുന്ന ആളാണ്. അവർക്കും ഒരു 10-16 ലക്ഷം റുപ്യന്റെ വണ്ടിയാണ്. അത് ഷോറൂം പ്രൈസ് ആണ് ഞങ്ങൾ കൊടുത്തത്. ടാക്സ് എല്ലാവരും 16 ലക്ഷം റുപ്യാണ്. അപ്പൊ അവരും പറഞ്ഞത് ഇതേ നിങ്ങൾ പറഞ്ഞ വാക്കാണ്. ഞങ്ങളെ ഈ വീടിന്റെ ഒരു ഇത് കൊണ്ട് അവരും ഒരു ഫാമിലി ചെറുങ്ങനെ രക്ഷപ്പെട്ടതാണ്. അപ്പൊ നമ്മളൊരു 3-4 കുടുംബം ഇതിൽ സെറ്റിലായി. ഈ ഗോൾഡ് കോയിന് കൂട്ടാതെ. ഗോൾഡ് കോയിന് 10 പേർക്ക്, അത് പിന്നെ രക്ഷപ്പെടലിന്റെ കണക്കിൽ കൂട്ടാൻ പറ്റില്ല. സ്കൂട്ടിയും അങ്ങനെ. പക്ഷെ 3 ഫാമിലി രക്ഷപ്പെട്ടു. ഒന്ന് താറ്, പിന്നൊന്ന് നിങ്ങള്, പിന്നൊന്ന് ഞാൻ. അപ്പൊ ഇനിയില്ല മുന്നോട്ടുള്ള പദ്ധതി അങ്ങനെ. ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഇനി കേരളത്തെ എവിടെയായാലും ഒരു വീട് കണ്ടെത്തിയിട്ട് അവരോടൊരു ഉറപ്പ് വാങ്ങിയിട്ട് ഞങ്ങൾ നെറുക്കെടുപ്പ് നടത്തും. എല്ലാവരും സപ്പോർട്ടാക്കുക. അതിൽ 3-4 കുടുംബം രക്ഷപ്പെടും. അർഹതപ്പെട്ടവർക്ക്, അർഹത എന്ന് പറയുന്നത് ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും അർഹതയുണ്ട്. ഒരു വീടും കിട്ടും. പിന്നെ വണ്ടി കാര്യങ്ങൾ ഞങ്ങൾ നല്ല ഉഷാറായിട്ട് അടുത്ത പിന്നെ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. ഇതിനേക്കാളും ഭംഗിയായിട്ട് നടത്തും. തീർച്ചയായിട്ടും ഒരാളെന്ന് ഞങ്ങൾ എടുക്കുന്ന ജോലിക്ക് ഞങ്ങൾ എന്താക്കും, ഞങ്ങൾ ഒരു ടീമുണ്ട് 10 ആള്. ഞങ്ങൾ അതിനുള്ള പിന്നെ ഞങ്ങളെ കൂലിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ട് വലിയൊരു ആൾക്കാരെ ഇറക്കാതെ നല്ലൊരു രീതിയിൽ ഞങ്ങൾ ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് നിങ്ങളെ പിന്നെ നമുക്ക് മനസ്സിലാക്കി, നിങ്ങളെ ഫസ്റ്റില് കണ്ടുമുട്ടി അന്ന് മുതൽ ഇതിന്റെ സത്യസന്ധത ഉണ്ട്, യാതൊരു കളങ്കം ഇല്ലാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അഡ്വക്കേറ്റിനെ കാണിച്ചോ? ഞാൻ തന്നെ ഡോക്യുമെന്റ്സ് പിന്നെ അത് കാണിച്ചിട്ട് അത് പിന്നെ കാണിച്ചു. പിന്നെ എന്റെ സുഹൃത്ത് കാണിച്ചിരുന്നു. ഇനി അതല്ല, ഇനി രജിസ്റ്റർ ചെയ്ത് തന്നാൽ നിങ്ങളെ ഇതായി ആ ആധാരമാണ്. എനിക്ക് എന്റെ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിയ ആധാരം എനിക്ക് തന്നെ. ഇനി രജിസ്റ്റർ ഓഫീസിൽ നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത്, നിങ്ങൾ ആരുടെ പേരിലൊക്കെയാണോ രജിസ്റ്റർ ആക്കേണ്ടത് ഞാൻ ചെയ്തോളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിങ്ങളെ സ്വത്താണ്. അവിടെ ഇത്രയും ദൂരം വന്നിട്ട് അവിടെ താമസിക്കാനോ കഴിയൂല. അത്രയും ഒരു വീട്ടിൽ നിങ്ങളെ പ്രോപ്പർട്ടിയാണ് വലിയൊരു ബിൽഡിങ്ങിൽ ഇതിൽ വന്നിട്ട് ഞങ്ങൾക്ക് താമസിക്കാനും കഴിയൂല. അതിനുള്ള ഇത് കൊടുക്കാനും പിന്നെ പല
പല സംഭവങ്ങളും അതിനൊന്നും നമുക്ക് കയ്യിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് കൊടുക്കണം. നിങ്ങളെ കുടുംബത്തിന്റെ എല്ലാവർക്കും ഞങ്ങളെ ഈ ടീമിന് മൊത്തം നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാകും, അടുത്ത സപ്പോർട്ട് ഉണ്ടാകും. ഓക്കെ.